ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയാൻ എല്ലാവരെയും പോലെ എന്നെ തിരഞ്ഞെടുത്തതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. എൻ്റെ പേര് ത്രേസ്യാമ്മ ചെറിയ. ഞാൻ ഇടുക്കി ജില്ലയിൽ ഏലപ്പാറയിൽ നിന്ന് വരുന്നു. ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 9 മൂന്നാമത്തെ പുതുക്കലിനോടനുബന്ധിച്ച് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് തയ്യാറായി വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം സാക്ഷ്യം പറയണ്ട, പിന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. തുടർന്ന് എൻ്റെ 10ാമത്തെ പുതുക്കലിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഏറ്റുപറയാൻ തക്ക സമയമായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ്. ഇടുക്കി ജില്ലയിലാണ്. ഞാൻ സർവീസിലിരുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ മിക്കവാറും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അപ്പം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും എനിക്ക് കൃപാസനം പത്രം തരുമായിരുന്നു. ഞാൻ പക്ഷേ അതിന് അത്ര വിലയൊന്നും കൊടുത്തില്ല. കാരണം മാതാവിനോട് ഭക്തിയില്ലാഞ്ഞിട്ടോ മാതാവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടോ ഉടമ്പടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടോ അല്ല, അത് പാലിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നേരിടുമല്ലോ എന്നോർത്താണ്. കാരണം ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും. അത് ദൈവത്തോടാവുമ്പോൾ 100% പാലിച്ചില്ലെങ്കിലും 90% പാലിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്നേഹത്തോടു കൂടി അത് നിരസിച്ചു. അങ്ങനെ മാർച്ച് മാസം ഞാൻ എൻ്റെ പേഴ്സണൽ തിങ്സ് എല്ലാം എടുത്തുകൊണ്ട് പോന്നു സ്കൂളിൽ നിന്ന്. പക്ഷേ കൃപാസനം പത്രം എടുത്തില്ല. ഏപ്രിൽ മാസം എനിക്ക് പത്രം കിട്ടിയില്ല. മെയ് മാസം എനിക്ക് ഇടവക പള്ളിയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പത്രം തന്നു. അത് ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാ മാസവും ചെയ്യുന്നത് കണക്ക് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചു. വായിച്ചില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ എന്തായാലും പത്രം എടുത്തു വെച്ച് വായിച്ചു. ഒരു 3-4 സാക്ഷ്യങ്ങൾ വായിച്ചു. സാക്ഷ്യം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാകുന്നതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും അതിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു. ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ ആ പത്രത്തിലകത്തെ മൊത്തം സാക്ഷ്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേന് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്നൊന്നും തോന്നിയില്ല. പക്ഷേ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒന്ന് വന്ന് മാതാവിനെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ ഇടുക്കി ജില്ല ആയതുകൊണ്ട് വഴിയൊന്നും അറിയത്തില്ല. വീട്ടിൽ നിന്ന് പെർമിഷൻ വേണം, കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേന് അവരുടെ പെർമിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് മാതാവിൻ്റെ ഒരു അടയാളം കിട്ടണം, എന്നാലേ നമുക്കത് ബലമുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൃപാസനം പ്രാർത്ഥനയൊന്നും അറിയത്തില്ല, എങ്കിലും ഞാനൊരു എത്രയും തേള മാതാവേ 33 പ്രാവശ്യം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പം എനിക്ക് നീ ഒരു അടയാളം തരണം. അടയാളം തരണമെന്ന് പറഞ്ഞത് എൻ്റെ ഈ അടയാളം പറയേണ്ടതുണ്ട്. കാരണം ഞാൻ പെൻഷൻ പേപ്പറുകൾ 3-4 മാസമായിട്ട് നീങ്ങുന്നതാണ്. ഫയലൊന്നും ശരിക്കും ഒരു പ്രോസസ്സിങ്ങും നടക്കുന്നില്ല. പല പ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്തിൽ വിളിക്കുമായിരുന്നു. ഒരു കാര്യം അവർ ഫോൺ എടുക്കത്ത് പോലുമില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തിൽ വിളിക്കുമ്പോൾ എനിക്ക് പെൻഷൻ പാസ്സായെന്നൊന്നും പറയണ്ട, പക്ഷേ അവിടെ നിന്നൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഞാൻ വിളിച്ചു, പല പ്രാവശ്യം വിളിച്ചു, അവരെടുത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, പരിഭവിച്ചു, മാതാവേ ഞാൻ വരുന്നില്ല കേട്ടോ, എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേന് എനിക്ക് അറിയാത്ത ഒരു നമ്പറിൽ നിന്നൊരു ഫോൺ വന്നു. ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ അത് കട്ടായി. ഞാൻ തിരിച്ച് വിളിച്ചു, അവരെടുത്തില്ല. അതിനുശേഷം വീണ്ടും ആ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, ത്രേസ്യാമ്മ ടീച്ചർ ആണോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ തൊടുപുഴ DD എന്നാണ് വിളിക്കുന്നത്. ടീച്ചറിൻ്റെ SLI പാസ്സായിട്ടുണ്ട്. ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ട് ഡീറ്റെയിൽസ് തൊടുപുഴയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മാതാവ് എൻ്റെ ഫയൽ ഓപ്പൺ ആക്കിയത്, എൻ്റെ തലച്ചോറിലേക്ക് പ്രവർത്തിച്ചത്. കാരണം SLI എന്ന് പറയുന്നത് നമ്മൾ സർവീസിലിരിക്കുമ്പോൾ ചേരുന്ന ലൈഫ് ഇൻഷുറൻസ് ആണ്. അതാണ് പാസ്സാക്കിയത്. ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം തരുമെന്ന് മാതാവ് എന്നെ ആ നിമിഷം തന്നെ ബോധ്യമാക്കി. അപ്പോൾ എനിക്ക് നല്ല ബലമായി. ഞാൻ പിന്നെ വീട്ടിൽ ഇരുന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ വീട്ടിലിരുന്ന് എപ്പോഴും കൃപാസനത്തെക്കുറിച്ച് പറച്ചിലാണ്. അവിടെ ഭയങ്കര അത്ഭുതം നടക്കുന്നു, അടയാളം നടക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്വപ്നദർശനം ഉണ്ടാകുന്നു, മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കേട്ട് പറഞ്ഞപ്പോഴത്തേനും മോൻ ചോദിച്ചു, മമ്മിക്ക് പോകണമെന്ന് ചോദിച്ചു. പോകണമെന്ന് പറഞ്ഞു. അത് ചുമ്മാതെ എൻ്റെ മോൻ പറഞ്ഞതാണ്, ചുമ്മാതെ കയറി ചെല്ലുന്ന ഒരിടമല്ല കൃപാസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മമ്മി അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം.
കൃപാസനം എന്താണെന്നും കൃപാസനത്തിലെ കാര്യങ്ങൾ എന്താണെന്നും അത് ഉടമ്പടി എടുത്താൽ പാലിക്കാൻ പറ്റുമോ എന്നും അത് ആദ്യം ബോധ്യമാക്കിയതിന് ശേഷമേ ഉള്ളൂ മമ്മി ഉടമ്പടി എടുക്കാനായിട്ട് തയ്യാറാകാവുള്ളൂ. ഞാനപ്പോൾ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേട്ട് കൃപാസനം എന്താണെന്നും ഉടമ്പടി എന്താണെന്നും ഉടമ്പടി എടുക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരാവർത്തിയല്ല പല ആവർത്തി കേട്ട് അത് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കും, മാതാവ് എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന്. സന്തോഷത്തോടു കൂടി ഞങ്ങൾ അങ്ങനെ ഇവിടെ 3 പേരും കൂടെ, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോനും കൂടെ വന്നു. ഞങ്ങൾ 3 പേരും ഉടമ്പടി എടുക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെയും ഈ ഇത്രയും 10ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഞാനൊരു റിവേഴ്സ് ഗിയറിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത സമയത്ത്, അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന അന്ന് ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഒരു വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ഞാൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മോൻ എൻജിനീയറാണ്, പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നു. മോൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് മോനെ പെണ്ണ് കാണാനായിട്ട് ഞങ്ങൾ പോയ ദിവസമായിരുന്നു അത്. അവിടെ നിന്ന് ഞങ്ങൾ ആ 2:30 സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞങ്ങൾ അവിടെയായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ, നിങ്ങൾക്കറിയാം ഇടുക്കി ജില്ലയാണ്, വാഗമണ്ണൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വാഗമൺ കാരിയോട് ടോപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും അതിൻ്റെ ഉച്ചി എന്ന് പറയുന്നത്. 1300 മീറ്റർ ഉയരമുണ്ട് അതിന് സമുദ്രനിരപ്പിൽ നിന്ന്. അതായത് ഒരു മനുഷ്യൻ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ 600 മനുഷ്യർ കയറി നിന്നാലുണ്ടാകുന്ന പൊക്കമൊന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം പൊക്കമുള്ള സ്ഥലമാണ് കാരിയോട് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ സന്ധ്യയായി, ഞങ്ങൾ പിന്നെ ഒരു വശം കൊക്കയാണ്, മറുവശം മലയാണ്. അപ്പം ഇരുട്ടിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത്, വാഹനത്തിൽ ഇരുട്ടിലൂടെ, ഇന്നോവയാണ് വണ്ടി, യാത്ര ചെയ്തിങ്ങനെ വരുമ്പോഴത്തേന് വണ്ടിയിൽ കടകടാന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏത് യാത്രയിലും യാത്ര പുറപ്പെടുമ്പോൾ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കൃപാസന മാതാവിൻ്റെ തൈലം തേച്ച് കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങാറുള്ളൂ എല്ലാവരും. പിന്നെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം, ജപമാല പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾ അടുത്ത ഏതെങ്കിലും കാഷ്വൽ ടോക്കൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപമാല വെച്ചാൽ മനസ്സിലാണ് ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ ഭയം വരാൻ തുടങ്ങി. കാരണം ശബ്ദം ഭയങ്കരമായിട്ടുണ്ടാവുന്നുണ്ട്. ആ കടകടാന്നുള്ള ശബ്ദം എന്തൊക്കെയോ ഊരിത്തെറിച്ച് പോകുന്നത് പോലെ തോന്നി. അപ്പം വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണേ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവ് വണ്ടി നിർത്തിയില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ഭയത്തോടു കൂടി പ്രാർത്ഥിച്ചിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഈ ജപമാല ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലുകയാണ്, ജപമാല ചൊല്ലി തീർന്നതിന് മുമ്പ് വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കണേ, ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാല ചൊല്ലി തീരാറായപ്പോഴത്തേന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൻ്റെ വെട്ടം കണ്ടു. അവിടെ ഞങ്ങൾ വണ്ടി നിർത്താനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കൊന്നൊന്നുമില്ല. പക്ഷേ ഞാൻ വണ്ടി നിർത്തുന്നതിന് വേണ്ടി പറഞ്ഞു, വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. വണ്ടി നിർത്തിയില്ല. ഞങ്ങൾക്ക് ഭയമായി. ഞാനും മോളും കൂടെ ഇരുന്ന് ഭയങ്കര ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന്, മാതാവേ ഇനി ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടെ തരണേ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വീണ്ടും ഞങ്ങൾക്കൊരു കോഫി ഷോപ്പിൻ്റെ മുമ്പിൽ വെട്ടം കണ്ടു. ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ പിന്നെ വണ്ടി നിർത്തി അവരുടെ സഹായത്തോടു കൂടി ഞങ്ങളത് നോക്കിയപ്പോൾ വണ്ടിയുടെ വീലിൽ ഒരു നട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രമാത്രം ഉയരത്തിലേക്ക് ഒരു വണ്ടി കുറ്റാക്കുറ്റി ഇരുട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ സംരക്ഷണമല്ലാതെ മറ്റെന്താണ് ഞങ്ങളെ ജീവനോടുകൂടി നിലനിർത്തിയതും എനിക്കിന്ന് ഈ സാക്ഷ്യം പറയാൻ ഇടയാക്കിയതും. പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഈ അവസരത്തിൽ 1000 നന്ദി പറയുന്നു. അതിനുശേഷം എനിക്ക് തൊട്ടടുത്തുണ്ടായ സംഭവമാണ്. ഈ സംഭവത്തെ തന്നെയും പിന്നെ മോൻ്റെ ഞാൻ ആദ്യത്തെ പുതുക്കലിന് അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി എടുത്ത് ഞങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായാലും കാരുണ്യ പ്രവർത്തികളായാലും കുമ്പസാരമായാലും വിശുദ്ധ കുർബാനയായാലും അതെല്ലാം ഞങ്ങൾ തീക്ഷ്ണതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 90-ാം ദിവസം പുതുക്കാറായപ്പം വെച്ച കാര്യങ്ങളിൽ ഒന്നുപോലും സാധിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് അന്ന് തോന്നുന്നത്. കാരണം വീണ്ടും പുതുക്കാനായിട്ട് എന്നെ വിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. അപ്പം ഞാൻ മാതാവിനോട് 2-3 ദിവസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാതാവേ ഞാൻ പുതുക്കി തിരിച്ച് ചെല്ലുമ്പോൾ എൻ്റെ മോൻ ജർമ്മനിയിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് വളരെ താമസമാണ്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൽ ഒരു സ്റ്റെപ്പെങ്കിലും ഫോർവേഡ് ചെയ്യാനായിട്ട് സന്തോഷകരമായുള്ളൊരു വാർത്ത ലഭിക്കാൻ എനിക്കിടയാകണമെന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ കൃപാസനത്തിലേക്ക് വരികയാണ്. ഞാൻ ചേർത്തലയിലെത്തി. കൃപാസനം വണ്ടി കണ്ടു. അതിലേക്ക് കയറാൻ പോയപ്പം താമസമുണ്ട്.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേനും മോൻ എന്നെ വിളിച്ചു. മമ്മി കൃപാസനത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, ഇപ്പോൾ എത്തും, വണ്ടിയുണ്ടെന്ന് പറഞ്ഞു. മമ്മി എനിക്ക് ഇൻ്റർവ്യൂവിന് ലെറ്റർ വന്നെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഉടമ്പടി എടുത്താൽ ഉടനടി പരിഹാരം എന്നുള്ളതിൻ്റെ, ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം മാതാവ് തരും. അതാണിപ്പോൾ എനിക്ക് വളരെ വളരെ സംതൃപ്തിയോടും കൃതജ്ഞതയോടും കൂടി അനുഗ്രഹദായകമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പുതുക്കൽ പൂർത്തിയാക്കുന്നത്. അതിനുശേഷം ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, സമയച്ചുരുക്കം മൂലം എനിക്കിവിടെ പറയാൻ സാധിക്കുമോ എന്നറിയത്തില്ല, എന്നാലും 1-2 കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പല്ലിന് കാലങ്ങളായിട്ടുള്ള കേടുകളായിരിക്കും, നമ്മളത്ര ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമുക്ക് ജോലിയും കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പല്ലിൻ്റെ ശ്രദ്ധയൊന്നും നമുക്കുണ്ടാകത്തില്ല. പല്ലിന് നിരന്തരമായിട്ടുള്ള വേദനയാണ്. വേദനയും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പെയിൻ കില്ലറൊക്കെ കഴിച്ചും പല്ല് ക്ലീൻ ചെയ്തും എല്ലാം നമ്മൾ അതിനെ നിന്ന് രക്ഷ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തുടർച്ചയായിട്ട് കുറേ നാൾ, ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് ഭയങ്കരമായിട്ട് വേദന വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേദന വന്ന് അതെന്തായാലും ഞങ്ങളുടെ തൊട്ടടുത്ത ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു ഇത് ഡെൻ്റൽ കോളേജിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എക്സ്റേ എടുത്തപ്പം പറഞ്ഞ് ഇത് നിങ്ങൾക്ക് വിസ്ഡം ടീത്ത് വന്നതിൻ്റെത് പണ്ട് വന്നതായിരിക്കും. വിസ്ഡം ടീത്ത് 10-25 വയസ്സാകുമ്പം പൂർത്തീകരിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് തൊട്ടടുത്ത പല്ലിനെ നേരെ പോകാൻ സ്ഥലമില്ല, എന്നിട്ട് തൊട്ടടുത്ത പല്ലിനെ കവർ ചെയ്ത് അതിൻ്റെ ഭിത്തിയെല്ലാം തുളച്ച് അതിൻ്റെ നെർവ്സിനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് യാതൊരു കാരണവശാലും മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് എടുത്ത് കളയണമെങ്കിൽ സർജറി തന്നെ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ എടുക്കാനായിട്ട് ആ കോളേജിൽ ആ ഹോസ്പിറ്റലിൽ എടുക്കാൻ സാധിക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. കാരണം ഏതെങ്കിലും തരത്തിൽ കാഷ്വൽ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് സർജറി എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കൊന്ന് ഭയന്നു. അതുമായിട്ടുണ്ടാകുന്ന ബാക്കിയുള്ള കോൺസിക്വൻസസൊക്കെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുമല്ലോ എന്നോർത്ത് പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി തൈലമുണ്ട്, പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. പിന്നെ അതിനുശേഷം അന്ന് തുടങ്ങി ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ ആ പല്ലിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃപാസനം പ്രാർത്ഥന ചൊല്ലുന്നു, മാതാവിൻ്റെ ഉപ്പും തൈലവും നിരന്തരമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പം എപ്പോഴാണ് എനിക്ക് ആ വേദന മാറിയതെന്ന് എനിക്കറിയില്ല. ഇപ്പം 2 വർഷം കഴിഞ്ഞല്ലോ, 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ആ പല്ലിന് ഒരു വേദനയോ അങ്ങനെ ഒരു വൈകല്യം, അങ്ങനെ ഒരു ഡിഫക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. മാതാവിൻ്റെ ആ ഉപ്പിൻ്റെ ഉപയോഗം മൂലമാണ്, പരിശുദ്ധമായിട്ട് വ്യഞ്ചരിച്ച് കിട്ടിയിരിക്കുന്ന ആ ഉപ്പിൻ്റെയും തൈലത്തിൻ്റെയും ഉപയോഗം മൂലം പരിശുദ്ധ അമ്മ എനിക്കങ്ങനെ പരിപൂർണ സൗഖ്യം നൽകി. അതുപോലെ തന്നെയാണ് പെൻഷൻ ആനുകൂല്യത്തിൻ്റെ പെൻഷൻ നമുക്കറിയാം, അതിൻ്റെ ഫയലൊക്കെ നീങ്ങാനായിട്ട് ഒത്തിരി താമസം വരും. ഒരു ഫയലിന് എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തുടങ്ങി പിന്നെ റീസബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പെൻഷൻ ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിച്ചു. കാരണം ഒരു ഗവൺമെൻറ് സെർവൻറ്റിനെ സംബന്ധിച്ച് അവൻ്റെ സർവീസിൽ അവൻ ചെയ്ത കാര്യങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വലിയ ഒരു കമ്മ്യൂട്ടേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. അത് കിട്ടുന്നത് അവൻ്റെ അടുത്ത ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്, അവൻ്റെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കാണ്. അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ അത് തന്നെയല്ല, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഞാൻ തന്നെയാണ് ചൊല്ലുന്നത്, പ്രഭാത പ്രാർത്ഥന. വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ തൈലം വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ തൈലം വരച്ച് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ. ഉടമ്പടി തൈലം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു റിട്ടയേർഡ് DYSP ആണ്. അദ്ദേഹത്തിന് ഞങ്ങൾക്കെല്ലാം മാതാവിൽ ഭയങ്കര എന്നേക്കാൾ അധികമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കുമാണ് ഇതിൽ കൂടുതൽ വിശ്വാസം. എനിക്കാണ് ഇച്ചിരി കൂടെ ഗ്രേഡ്. അവരെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ഇത് തോന്നുന്നത്. എനിക്ക് കുറവൊന്നുമില്ല, എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഉടമ്പടി ഉപ്പ് കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം ചേർക്കുന്നത് മാതാവിൻ്റെ ഒരു നുള്ളുപ്പാണ്. ആ ഉപ്പിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ നമ്മുടെ സാധാരണ ഉപ്പ് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് വരെയും അതുകൊണ്ട് ഞാൻ ധാരാളം ഉപ്പ് മേടിച്ചുകൊണ്ട് പോകുന്നത് തന്നെയല്ല, ഈ ഉപ്പുകളെല്ലാം എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുള്ളത് കൊണ്ട് ഞാൻ ധാരാളം പേർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം കൊടുക്കും. ഉപ്പും തേനും കാശ് രൂപവും പേനായും ആർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും.
അപ്പോൾ എൻ്റെ ഭർത്താവ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. പള്ളിപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിന്നെ സൂപ്പർവിഷൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി എല്ലാം പള്ളിക്കാര്യത്തിലെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് അദ്ദേഹത്തിന് ഡയബറ്റീസൊക്കെ ഉള്ളതാണ്. പ്രഷർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിപ്പണിയുടെ തിരക്കിനകത്തായിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ അങ്ങനെ അധികം ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ നാവെല്ലാം ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് പോലെയും നടക്കുമ്പോൾ ഒരു വശത്തേക്ക് വലിഞ്ഞു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം അവിടുന്ന് പിന്നെ അദ്ദേഹത്തെ വണ്ടിയെ കൊണ്ടാക്കിയിട്ട് നാവെല്ലാം കുഴയുന്നുണ്ട്. അപ്പം അത് നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പോയി ഒരാഴ്ച കഴിഞ്ഞേച്ചും ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേനും ഡോക്ടറാണ് പറഞ്ഞത് ഈ ഒരാഴ്ച മുമ്പ് സാറിനുണ്ടായത് ഒരു മൈൽഡ് സ്ട്രോക്ക് ആയിരുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. കൃത്യസമയത്ത് എത്രയാണോ മണിക്കൂറുകൾക്കുള്ളിൽ പിന്നെ അതിനാവശ്യമായിട്ടുള്ള മരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം തളർന്നു പോകുമായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ഉടമ്പടിയിലായിരുന്നത് കൊണ്ടും നമ്മളുടെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവുമെല്ലാം നിരന്തരമായിട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടും എൻ്റെ ഭർത്താവിന് യാതൊരു കുഴപ്പവും കൂടാതെ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള യാതൊരു അസ്വസ്ഥതകളും ഇപ്പോഴില്ല. ദൈവമാതാവിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം മോൻ ജർമ്മനിയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ ജർമ്മനിയിൽ അവന് വിസ പ്രോസസ്സിങ് എല്ലാം നടന്ന് ജർമ്മനിയിൽ ഒത്തിരി താമസമാണ്. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യങ്ങളിലൊക്കെ സമയച്ചുരുക്കം പോലെയാണ്. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സമയച്ചുരുക്കം ഉണ്ടാകുമല്ലോ. സമയച്ചുരുക്കം പോലെ എൻ്റെ മോൻ്റെ പിന്നെ എല്ലാ ജോലി കാര്യങ്ങളെല്ലാം പിന്നെ റെഡിയായി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മാതാവേ എൻ്റെ മോൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന കൂടാൻ ഇടയാകത്തക്ക വിധം ഒരു താമസ സ്ഥലം ലഭിക്കണമേ എന്ന് അന്ന് തുടങ്ങി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെയും മാതാവ് ശക്തമായിട്ട് ഇടപെട്ടു. മോന് ലഭിച്ച താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ജനൽ തുറന്നാൽ കാണുന്നത് പള്ളിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ജർമ്മൻ മാസമാണ് എങ്കിലും മോന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന കൂടാനായിട്ട് സാധിക്കണം. നമ്മൾ എന്ത് ചോദിച്ചാലും ഇന്ന് അച്ഛൻ്റെ പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നാൽ നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറയാം. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് പത്രം മേടിക്കുമ്പം തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് ഇത് ആരുടെ കൈകളിൽ എത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അവരുടെ കൈകളിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് അത് എത്തിക്കരുതെന്ന്. അത് ഞാൻ ജാതിയോ മതമോ നോക്കാറില്ല. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ 4-5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് എടുക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തർ കയറി ഇറങ്ങി എൻ്റെ സ്ഥലത്ത് നിന്ന് എടുത്ത് വധിക്കും. അപ്പം ഞാൻ മാതാവിനെ എൻ്റെ അടുത്തിരിക്കുന്നവരെ സമർപ്പിച്ചിട്ട് ഞാൻ പറയും, മാതാവ് ഇവരോട് ഞാൻ സംസാരിക്കേണ്ടതുണ്ടോ? അപ്പം മാതാവ് എനിക്ക് തോന്നിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ഇടപെടും. മനുഷ്യനല്ലേ, ജീവിത പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ കാര്യങ്ങളും മാതാവിൻ്റെ അത്ഭുത കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഈ പത്രം കൊടുക്കും. ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മിക്കവാറും പത്രങ്ങളെല്ലാം തീർന്നിരിക്കും. പിന്നെ അച്ഛൻ്റെ പിന്നെ യൂട്യൂബിൽ എല്ലാ ചൊവ്വാഴ്ചയും അത് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് കൂടിയിരിക്കണം. ഞങ്ങൾക്ക് അത് അതിര് കവിഞ്ഞൊരു ആഗ്രഹമാണോ എന്നറിയില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചൊവ്വാഴ്ച 11 മണി തുടങ്ങി 1:30 വരെയും വീട്ടിലേക്കൊന്നും ആരെയും വരുത്തരുതേ എന്നാണ്. കാരണം നമുക്ക് ചൂടോടെ ആ ധ്യാനം കൂടാനായിട്ട് സാധിക്കാതെ വരും. പിന്നെ നമ്മൾ കൂടുമ്പോഴത്തേന് ആറിയ കഞ്ഞി വഴങ്ങഞ്ഞു പോലെ നമുക്ക് അത്രയും ഒരു തീഷ്ണത ലഭിക്കത്തില്ല. മറ്റേത് ചൊവ്വാഴ്ചത്തെ ഒരു ദിവസത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ്. 11 തുടങ്ങി 1:30 വരെയുള്ള സമയം. അത് അങ്ങനെ അത് കൂടാറുണ്ട്. ഉടനെ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് ഷെയർ ചെയ്യുന്നതിനും ഞാനൊരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം കടബാധ്യതയിലുള്ള സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും. പരീക്ഷാ വിജയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കും. ഭവനമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ. ഏത് രീതിയിലാണോ സാക്ഷ്യം കേൾക്കുന്നത്, ആർക്കാണോ ആവശ്യമുള്ളത് അവർക്കാണ് ഞാനത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞത് നമ്മൾ ഓൾഡ് ഏജ് ഹോമൊക്കെ സന്ദർശിക്കുന്നു. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. വസ്ത്രമായിട്ടും മറ്റുള്ള മരുന്നുകളൊക്കെ ആയിട്ടാണെങ്കിലും അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്തായാലും അത് പറയണം. അതാണല്ലോ ഉടമ്പടി എന്ന് പറയുന്നത്. നിത്യജീവനിലേക്കുള്ള യാത്രയാണ്. ആ മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് വഴി എനിക്കുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യം മടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷോർട്ട് ടെമ്പേർഡാണ്, ഭയങ്കര ദേഷ്യമാണ്. ഒരു സിറ്റുവേഷനെ പിന്നെ ആ സിറ്റുവേഷൻ നോക്കാതെ ഞാൻ പ്രതികരിക്കും. ആ രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുക്കണ്ടെന്ന് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉടമ്പടിയിലായിരുന്ന് സജീവമായിട്ടത് പിന്നെ
പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് എൻ്റെ ദേഷ്യമൊക്കെ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ദേഷ്യമുണ്ട്, പക്ഷേ എന്നാലും ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള എൻ്റെ പക്വത എനിക്ക് വന്നു. അത് മാതാവിൻ്റെ വലിയ കരുണയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഞാൻ 3 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു കുമ്പസാരിക്കുന്നത്. ഇപ്പം പക്ഷേ അങ്ങനെയല്ല, കൂടെ മാസത്തിലൊരു 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ നിർബന്ധമായിട്ടും കുമ്പസാരിക്കും, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും. പിന്നെ നമ്മുടെ ഉടമ്പടി, ഞാനിപ്പം മറ്റുള്ളവരോടെല്ലാം ഇങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് വഴി ഒത്തിരിയേറെ പേര് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട്, അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്, ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് 5:30 അനുദിന അനുഗ്രഹ പ്രാർത്ഥനയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. അതിനുശേഷം ബൈബിൾ റീഡിംഗ് ഉണ്ട്, ഒരു ടോക്ക്, ഡാനിയേൽ അച്ഛൻ്റെ ഒരു ബൈബിൾ റീഡിംഗ് ഉണ്ട്. അതിനുശേഷം അത് ചെയ്യുന്നു. പിന്നെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ജപമാല. ഒരു വിശുദ്ധ കുർബാന കൂടുന്നത് മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു ജപമാല ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തലേ ദിവസമേ ചൊല്ലും. അങ്ങനെ ജപമാല ചൊല്ലി ഒരുങ്ങിയാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവൻ്റെ വചനം നമ്മളിൽ വസിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. ഇനിയും വരാനിരിക്കുന്നവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരും ആ ഒരു വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറിയാൽ പരിശുദ്ധ ദൈവമാതാവ് എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് നൽകും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.